ഈ വോയിസിൽ റഷീദ് പറയുന്നത് ഏതെങ്കിലും ഒരു മുഫസ്സിർ സൂറത്ത് അൻആമിലെ ആയത്തിൽ ശിർക്കല്ലാത്തത്, അതായത് വസീലത്ത് ശിർക്ക്, നമ്മളതിനെ വസീലത്ത് ശിർക്ക് എന്ന് പറയാം, ശിർക്കല്ലാത്തതിനെ വസീലത്തുൻ ഇല ശിർക്ക് എന്ന് പറയാം. കാരണം അത് ഹറാമാണ്, പാടില്ല, ജിന്നുകളായതുകൊണ്ട് കേട്ടോ. അപ്പൊ അത് പറഞ്ഞതായി തെളിയിക്കാമോ എന്നാണ്. അപ്പൊ ഇയാൾ എവിടെയാണ് റഷീദെ? നീ എന്താ ഇത്, നീ കേൾക്കുന്നില്ലേ? ഞാൻ ഒന്നും കൂടെ അർത്ഥം വെച്ചുതരാം. ആയത്തിൽ നിന്ന് തന്നെ കൃത്യം മനസ്സിലാവും. ആ ഒരു തഫ്സീറിന്റെയും കൂടി ആവശ്യമില്ല. നോക്കൂ, ഞാൻ അർത്ഥം വെച്ചുതരാം. എനിക്ക് അറബി അറിയില്ലേ? അറിയില്ലെങ്കിൽ എന്താ ചെയ്യപ്പോ, ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾക്ക് അറബി ആദ്യം പഠിപ്പിച്ചു തരേണ്ടി വരും. അറബി അറിയില്ലെങ്കിൽ പദാനുപദ അർത്ഥം വെച്ചുതരാം. വയൗമ ദിവസം, യഹ്ശുറുഹും ജമിയ, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അള്ളാഹു പറയും, എന്താ പറയാ? യാ മഅശറൽ ജിന്നി, യാ മഅശറ, യാ വിളി, ഓ എ എന്നുള്ള അർത്ഥത്തിൽ. യാ മഅശറൽ ജിന്നി, ജിന്ന് സമൂഹമേ, അത് ഇസ്തക്സർത്തും, ഇസ്തക്സർ ആയില്ലേ, കസീർ എന്നല്ല, നിങ്ങൾ ആ സൗദിയിലൊക്കെ കസീർ, ഇസ്തക്സർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളം ആളുകൾ. അവിടെ മഫൂലുണ്ട്, എന്താണ്? പിഴപ്പിച്ചു എന്നതാണ് അവിടെ ഫീല്. അത് അങ്ങനെയാണ് അതിന്റെ ശൈലി, അറബി ഭാഷയുടെ ശൈലി അങ്ങനെയാണ്. ഫീൽ ചിലപ്പം പറയില്ല, ചിലപ്പോൾ മഫൂല് പറയില്ല, അതായത് അറബി ഗ്രാമർ പ്രകാരമാണ്. അപ്പൊ കദിസ്തക്സർത്തും, നിങ്ങൾ പിഴപ്പിച്ചു എന്നാണ്, ധാരാളം പിഴപ്പിച്ചു. മിനൽ ഇൻസി, മനുഷ്യരിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ധാരാളം ആളുകളെ നിങ്ങൾ പിഴപ്പിച്ചു. അപ്പോ അങ്ങനെ പറയുമ്പോൾ ഖാല ഔലിയാഉഹും മിനൽ ഇൻസി, മനുഷ്യരിൽ നിന്ന്. ഔലിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, വലി എന്നതിന്റെ ബഹുവചനമാണ് ഔലിയ എന്നുള്ളത്. വലി എന്ന് പറഞ്ഞ സഹായി, മിത്രം, രക്ഷകൻ എന്നൊക്കെയാണ് അർത്ഥം, രക്ഷാധികാരി എന്നൊക്കെ. ഇവിടെ ഔലിയാഉഹും ബഹുവചനമാണ് കൊടുത്തത്. ഔലിയാഉഹും എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ അല്ലെങ്കിൽ ജിന്നുകളെ സഹായികളാക്കി വെച്ചവർ. മിനൽ ഇൻസി, മനുഷ്യരിൽ നിന്ന്. മനുഷ്യരിൽ നിന്ന് ജിന്നുകളെ സഹായികളാക്കി വെച്ചവർ പറയും, റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, ഇസ്തംതഅ, ഉപകാരം എടുത്തു, ബഅദുന, ഞങ്ങളിൽ ചിലർ, ബി ബഅദിൻ, ചിലരെ കൊണ്ട്, അതായത് ചില ജിന്നുകളെ കൊണ്ട് ഞങ്ങൾ ഉപകാരം എടുത്തു എന്ന് പറയും. അപ്പൊ എന്താ പറയാ? ഖാല, അള്ളാഹു പറയും, അന്നാറു, നരകം, മസുവാക്കും, നിങ്ങളുടെ സങ്കേതമാണ്, ഖാലിദീന, ശാശ്വതമായി വസിക്കുന്നവരാണ്, ഫീഹ, ആ നരകത്തിൽ. ഇതാണ്. എന്നിട്ട് പറയുന്നു, ഇല്ലാ മാഷാ റബ്ബ്, ഇല്ലാ മാഷാ, ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്തസ്ന എന്നാണ് അറബിയിൽ പറയുക. ഇല്ല വന്നു കഴിഞ്ഞാൽ ഇസ്തസ്നയാണ്. അവിടെ ഒരു ഹസർ ഉണ്ടാവും, അതായത് ക്ലിപ്തം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലേ, അള്ളാഹു മാത്രമേ ഉള്ളൂന്നില്ല, അതേപോലെ. അപ്പോ ഖാലിദീന ഫിഹ, ആ നരകത്തിൽ നിന്ന് ഒഴിവാകുന്ന, ശാശ്വതമായി വസിക്കുന്നവരാണ്, ഇല്ലാ മാഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. ഇവിടെ മാ എന്നുള്ളതിന് മന്ന് എന്ന അർത്ഥവും കൊടുക്കാം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കൊടുത്ത അർത്ഥം. ഇബ്നു അബ്ബാസ് മുഫസ്സിറാണല്ലോ, നിങ്ങൾ സമ്മതിച്ചില്ല? ഇബ്നു അബ്ബാസ് മുഫസ്സിറാണ്. ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞാൽ മതിയെന്നല്ലേ? ഒന്നാമത്തെ മുഫസ്സിർ ആരാണ്? ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരാണ് കൊടുക്കുന്നത്. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ മന്നാണ്. ചിലർ, അള്ളാഹു ഉദ്ദേശിച്ച ചിലർ അതിൽ നിന്ന്, ആ ശാശ്വത നരകത്തിൽ നിന്ന് ഒഴിവാണ്. കണ്ടോ? അപ്പോൾ ശാശ്വത നരകത്തിൽ നിന്ന് ഒഴിവാണ്. ആര്? ജിന്നുകളെ കൊണ്ട് ഇസ്തിംതാ എടുത്തവർ ചിലർ. അതിനെയാണ് പറയുന്നത് ശിർക്കല്ലാത്തൊരു ഇസ്തിംതാ അവിടെ വന്നിട്ടുണ്ട്. ശിർക്കല്ലാത്തത് ഇസ്തിംതാ അവിടെ വന്നിട്ടുണ്ട്. ആയത്തിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ്. കാരണം എല്ലാ ഇസ്തിംതാവും ശിർക്കാണെങ്കിൽ ശാശ്വതമായ നരകത്തിൽ തന്നെയല്ല അവർ വസിക്കേണ്ടത്. പിന്നെ ഇല്ല മാഷാ അള്ളാഹു പറയുന്നതിൽ എന്താ പ്രസക്തിയാ ഉള്ളത്? അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? എല്ലാ ഇസ്തിംതാവും ശിർക്കല്ല. അത് നിങ്ങളും സമ്മതിക്കുന്നതാണ്, കേന്ദ്രം കാര്യം സമ്മതിക്കുന്നു. ആ ഇസ്തിംതായിൽ ഇസ്തിആനത്ത് ഉണ്ട് എന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഇസ്തിംതായിൽ ഇസ്തിആനത്തും ഉണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫി അടക്കം എല്ലാവരും അംഗീകരിക്കുന്നു. ഇസ്തിംതാ എന്ന് പറഞ്ഞാൽ ഉപകാരമെടുക്കൽ, ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കൽ. അപ്പോൾ ഉപകാരമെടുക്കണമെങ്കിൽ സഹായം ചോദിക്കൽ നിർബന്ധമാണ്. ഒരാളിൽ നിന്നൊരു സഹായം കിട്ടണമെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ ഒരു സഹായം ചോദിക്കലില്ലേ ഉണ്ട്. അപ്പോൾ ഉപകാരമെടുക്കലിൽ സഹായം ചോദിക്കലുണ്ട്. അതാണ് ഇവിടെയും ജിന്നുകളെ കൊണ്ട് ഉപകാരമെടുത്തു, സഹായം ചോദിച്ചു. ആ സഹായ ചോദ്യങ്ങളിൽ എല്ലാം ശിർക്കാണെങ്കിൽ ഒരിക്കലും ശാശ്വതമായ നരകത്തിൽ നിന്ന് മോചിതരാവില്ല. അപ്പോൾ ഇവിടെ മോചിതരാവും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഇസ്തിആനത്തിൽ, ഇസ്തിംതായിൽ പെടുന്ന ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്തതും ഉണ്ട് എന്നാണ്. കണ്ടോ, എത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇന്ന റബ്ബക ഹകീമുൻ അലീം. റഷീദിന്റെ റബ്ബ് ഹക്കീമാണ്, വളരെ അഗാധജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവരാണ്. അപ്പോൾ റഷീദിനെ പഠിപ്പിച്ചു തരുന്ന ആരാണ്? അള്ളാഹു ആണ് പറയുന്നത് ഇസ്തിംതായിൽ ഉൾപ്പെടുന്ന ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്തതും ഉണ്ട് എന്ന്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. നിങ്ങളുടെ വോയിസുകൾ കേട്ടു. അല്ല ശരി, ഞങ്ങളോട് നിഷ്പക്ഷമായി ചോദിക്കട്ടെ. ഞങ്ങളോട് നിങ്ങളിപ്പോ ഈ ആയത്തോതിയിട്ട് അർത്ഥം വെച്ചിട്ട് നിങ്ങൾ ഇതിവിടെ പറഞ്ഞല്ലോ, എന്നോട് സഹായം തരുന്ന സർക്കാർ, നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ നിങ്ങളോട് പേഴ്സണലി ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു കുറ്റബോധം, ഞാൻ ഈ ഖുർആൻ ആയത്തോതുന്നത് ഇത് ആയത്തോതിയിട്ട് ഈ പറയുന്നത് കളവാണ്, ഇത് ശരിയല്ല, ഇതിന്റെ സംഘടനയ്ക്ക് വേണ്ടി പറയാണ്, അല്ലെങ്കിൽ ഈ ആയത്തിൽ ഇങ്ങനെ ഇബ്നു അബ്ബാസും പറഞ്ഞിട്ടില്ല, ലോകത്താരും പറഞ്ഞിട്ടില്ല, ഈ ആയത്തിൽ സഹായം തേടിയ ശിർക്കല്ലാത്തവരുണ്ടെന്നതിലില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് കളവ് പറയും, അള്ളാന്റെ പേരിൽ കളവ് പറയാണ്, ഇത് തളവ്, നിങ്ങളുടെ മനസ്സിൽ ഒന്നും തോന്നിയിട്ടില്ലല്ലോ, ഒരു കുറ്റബോധം തോന്നിയിട്ടില്ലല്ലോ? നിങ്ങൾ പറയണം, വല്ലോ തോന്നിക്കണം? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് സത്യമാണെന്നാ തോന്നുക, നിങ്ങൾ പറയുന്നത് ശരിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുക. ഇതിനെ നിങ്ങൾക്ക് നല്ലതാക്കി തോന്നിപ്പിക്കും പിശാച്. അതാണ് പിശാചിന്റെ പണി. നിങ്ങൾക്കിത് നല്ലതാക്കി തോന്നിപ്പിക്കുകയും ഉപായങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് നൽകുകയും നിങ്ങൾക്കിത് അലങ്കാരമാക്കി തോന്നിപ്പിക്കുകയും നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നിയിട്ടുള്ളത്? അത് മാത്രം ഒന്ന് പറയൂ. ഇനി നിങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് എന്റെ പിലാച്ചേരി ഇവിടെ തർക്കം? നിങ്ങൾ അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് എന്തിനാ അങ്ങനെ കളവ് പറയുന്നത്? അതിനൊക്കെ ഒരു പേടി പഠിച്ചവന്റെ പേരിലില്ലേ? ഈ ആയത്ത് തഫ്സീർ കൊടുത്തിട്ടില്ലേ അമാനി മൗലവി? നിങ്ങൾക്ക് അമാനി മൗലവിയുടെ തഫ്സീറിനെ പറ്റി അറിയോ എങ്ങനെയാണെന്ന്? അമാനി മൗലവി തഫ്സീർ ഒരു ആയത്ത് കൊടുക്കുമ്പോൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളും എടുത്ത് ഉദ്ധരിക്കും. അല്ലെങ്കിൽ അതിന്റെ പദം പറയും, ഇന്ന ആയത്ത് ഇത്ര വചനം, ഇന്ന ആയത്ത് ഇത്ര വചനം നിങ്ങൾ പഠിക്കണം, നോക്കണം. ഹദീസുകൾ ഉദ്ധരിക്കും, നിമിത്തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിക്കും, ബുഖാരി മുസ്ലിം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുഴുവനും വിശദീകരിച്ച് പറഞ്ഞു തരും. അങ്ങനെയാണ് തഫ്സീർ ഉള്ളത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് എവിടെയെങ്കിലും നിങ്ങൾ പറയുന്ന ഒരു വാദം ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ലാത്തവരുണ്ടെന്നുള്ളതിന് വേറൊരു തെളിവ് ഉദ്ധരിക്കുകയെ ഏതെങ്കിലും കഥ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇനി ജിന്നിനോട് സഹായം തേടുന്ന ശിർക്കാണെന്ന് പറയുന്ന ആയത്തിൽ എവിടെയെങ്കിലും ഇന്ന സഹായത്തൊട്ട് ശിർക്കാവൂല, അത് സൂറത്ത് അന്നാമിന്റെ ഈ ആയത്തിലുള്ള ഈ സഹായത്തൊട്ട് ശിർക്ക് വരൂല, ഈ സഹായത്തൊട്ടെ ശിർക്കാവുകയുള്ളൂ എന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന പരിധി ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അത് ശിർക്കാവൂല എന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യനോട് തേടുന്ന തേട്ടം ജിന്നിനോട് തേടിയാൽ അത് ശിർക്ക് വരൂല, അത് വസീലത്ത് ശിർക്കാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ എന്റെ പിലാച്ചേരി, നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയത്? ശരി, നിങ്ങളിവിടെ ചെയ്ത തട്ടിപ്പെന്താ? നിങ്ങളിവിടെ ഇസ്തിൻദായിനെ ഇസ്തിആനത്തിലേക്ക് കൊണ്ടുവന്നു. ഇസ്തിൻദായിൽ ഇസ്തിആനത്ത് പെടൂലേ എന്ന് ചോദിക്കുക. സമസ്തക്കാര പണി എന്താ? ഇന്നമാവലിക്കുൽ അള്ളാഹു സായിയല്ലേ, റസൂലും സായിയല്ലേ? അപ്പൊ ഇങ്ങോട്ട് ഇവിടെ സത്യവിശ്വാസികൾ സായിയല്ലേ? അപ്പൊ അള്ള സായിയാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരോട് സഹായം ചോദിച്ചൂടെ? ഇതന്നെയല്ലേ ഇപ്പൊ നിങ്ങളും പറഞ്ഞത്? ഈ അള്ളാന്റെ ഖുർആൻ ഓതി സമസ്തക്കാർ മരിച്ചവരെ വിളിച്ച് തടം തെളിവുണ്ടാക്കുമ്പോ നിങ്ങൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇസ്തിൻദായിൽ ഇസ്തിആനത്ത് പെടൂലേ? ഇസ്തിൻദായിൽ ഇസ്തിആനത്ത് പെടൂലേ? അപ്പൊ എല്ലാ ഇസ്തിൻദാവും ശിർക്കാണോ? ഇല്ല. അപ്പൊ എല്ലാ ഇസ്തിൻദാവും ശിർക്കല്ലല്ലോ. അപ്പൊ ഇസ്തിൻദായിൽ ഇസ്തിആനത്ത് പെടുമല്ലോ. അപ്പൊ ഇസ്തിആനത്ത് ശിർക്കല്ലാത്തതും ഇല്ലേ? ഇതുപോലെ കോട്ടി മാറ്റാൻ അള്ളാന്റെ വചനെടുത്ത് കോട്ടി മാറ്റിയിട്ട് പിശാചിന് വേണ്ടി വാദിക്കാൻ അത് പിജാച്ചേരി മുഹമ്മദ് സാഹിബ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ഉറപ്പ് വന്ന് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സെങ്ങനെ ഉറക്കും പിശാചിന് വേണ്ടി വാദിച്ച? അങ്ങനെ ഇവിടെ എന്താ വിഷയം? ഇവിടുത്തെ വിഷയം ഇസ്തിൻദായിൽ ഇസ്തിആനത്ത് പെടുമോ എന്നുള്ളതല്ല. ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്തതുണ്ടോ? ഇസ്തിആനത്തിൽ ജിന്നിനോടുള്ള സഹായത്തെട്ടത്തിൽ ശിർക്കല്ലാത്ത വല്ല സഹായത്തെട്ടുണ്ടോ, വസീലായതുണ്ടോ, അങ്ങനെ ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ ഇബ്നു അബ്ബാസ്? പറഞ്ഞിട്ടുണ്ടോ ലോകത്താരെങ്കിലും? അതാ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇസ്തിൻദായിൽ ഇസ്തിആനത്തും പെടും. ഇത് ആർക്കാ തർക്കം? പിശാചിന്റെ വസ്വാസിൽപ്പെട്ട് കള്ളു കുടിച്ചാൽ കള്ളുകൂട്ടിന്റെ കുറ്റം കിട്ടും, കളവ് പറഞ്ഞ കുറ്റം കിട്ടും, പലിശ മേടിച്ചതിന്റെ കുറ്റം കിട്ടും. മനസ്സിലായോ? എന്താ ശിർക്ക് ചെയ്താലോ ശിർക്കിന്റെ കുറ്റം കിട്ടും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ അതിന്റെ കുറ്റം കിട്ടും. ജിന്ന് പിശാചികളെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ അതിന്റെ കുറ്റം കിട്ടും. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന്റെ കുറ്റം കിട്ടും. വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന്റെ കുറ്റം കിട്ടും. ഇതിൽ അള്ളാഹു അല്ലാത്തവരെ ജിന്ന് പിശാചികളെ വിളിച്ച് തേടിയാൽ അതിൽ ശിർക്കല്ലാത്ത ഒരു സഹായത്തേട്ടമുണ്ട്, അത് വസീലയാകുന്നതും ശിർക്കാകുന്നതുമുണ്ട്. എന്നാരാ പറഞ്ഞത് ലോകത്ത്? ഈ വിസ്തം വിഭാഗം, ഈ മുശ്രിക്ക് വിശ്വാസത്തിൽപ്പെട്ട ചില വിസ്തത്തിലെ ചില പണ്ഡിതന്മാരല്ലാതെ